ഹലോ ഫ്രണ്ട്സ്, വേദൂസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ആ പോർഷൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ ആ സൈഡിലൊരു കവുങ്ങുണ്ടേന്, അതേപോലെ തന്നെ ഈ സൈഡിലൊരു കവുങ്ങുണ്ടേന്. അപ്പോൾ ആ കവുങ്ങുകളൊക്കെ വെട്ടി കാഞ്ഞ് മാറ്റി ഈ സ്പേസ് ഉണ്ടല്ലേ, ഇതേപോലെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. ഈ സൈഡിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ മണ്ണ് നികത്തുക, അതേപോലെ തന്നെ കവുങ്ങ് മുറിച്ചതിൻ്റെ കുറച്ച് പാടുകളും അതേപോലെ അതിൻ്റെ ഒരു കുറ്റിയൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞ് ആ കുയ്യൊന്ന് നികത്തുക, അങ്ങനെ പറഞ്ഞ ചില്ലറ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഗാർഡൻ്റെ ഈ ഒരു സംഭവം കണ്ടില്ല നിങ്ങൾ, ഈ ഒരു ചുറ്റിനുള്ളത്, അത് ചെടിയൊന്നുമല്ല കേട്ടോ, നമ്മളെ വേലിച്ചീര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചീരാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ. ഇതേപോലത്തെ തൂമ്പെടുത്തിട്ട് ഉപ്പേരി വെക്കാണ് സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ നിങ്ങൾ കമൻറ്റിലിടണേ. ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. ഇതിങ്ങനെ ചുറ്റിനും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുനിന്ന് നോക്കുമ്പോൾ അതാ ഈ ഒരു വ്യൂ ആട്ടോ നമ്മളെ ഗാർഡൻ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ചുറ്റിന് നമ്മളാ പറഞ്ഞ വേലിച്ചീര വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. ഇതിങ്ങനെ ഒന്നും അല്ലേനി കേട്ടോ, അതേ ചറപാറായി കിടക്കല്, ഇങ്ങനെ വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ ചെടിച്ചട്ടികളൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് എന്താക്കണം, ആ ഒരു സ്പേസ് മണ്ണിട്ട് ലെവലാക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു സ്ഥലമാണ് നമ്മൾ മണ്ണിട്ട് ലെവലാക്കാൻ പോണേ. അപ്പോൾ കുറച്ച് ചമ്മല് ചണ്ടികളൊക്കെ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് വേറൊരു സംഭവം ചെയ്യാണ്ട്, കുറച്ച് വളങ്ങൾ ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാണ്ട്. അത് ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നേക്ക് നമുക്ക് എന്താണ് ബുദ്ധിമുട്ടായി കഴിഞ്ഞിടേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ തന്നെ കുറച്ച് വളങ്ങൾ ഈ ചെമ്പരത്തിൻ്റെ ചുവട്ടിലും അതേപോലെ നമ്മളെ ഈ കവുങ്ങുന്തൈൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കേണ്ടിയുണ്ട്. നമ്മൾ ആ വളം ഏതൊക്കെ എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ആ വളം. ഇത് ചാണകപ്പൊടിയും എല്ലുപൊടി മിക്സ് ആക്കിയതാണ്. വലിയ രീതിക്കൊന്നും എടുത്തില്ല. ഇത് രണ്ടും 2 കൈപ്പിടി അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ഥലം മൊത്തം നമുക്ക് ഇതോട് വിതറാം. ഇപ്പം ഭാവിയിൽ എന്തെങ്കിലും ചെടികളൊക്കെ ഇടയിൽ നടണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം വളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു വളക്കൂറുള്ള മണ്ണ് ഓൾറെഡി ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള മിക്സ് ആക്കിയ വളം ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മളെ ഗോൾഡൻ പപ്പായക്കും ഇട്ട് കൊടുക്കും കേട്ടോ. ഗോൾഡൻ പപ്പായ ഇപ്പോൾ ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇതിന് എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടാലറിയാം. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഏതായാലും മോശമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പൂവും കായൊക്കെ ഇട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മളെ ചെടികളൊക്കെ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടോ. അതേപോലെ തന്നെ ഈ ഒരു സ്പേസിൽ നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ള ആ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പേസ് ഫുള്ള് മണ്ണിട്ട് നമ്മൾ ആ പറഞ്ഞ ആ രീതിക്ക് ലെവലാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് ഇതേപോലത്തെ ബ്രിഡ്സിൻ്റെ ഒരു വരിയും കൂടെ വരും കേട്ടോ. ഈ ഒരു വരിയും കൂടെ വന്നതിന് ശേഷമായിരിക്കും നമ്മളിവിടെ ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് സെറ്റ് ചെയ്യാനുള്ളൊരു ഇൻഡസ്ട്രിയലിൻ്റെ പണിയെടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു സ്പേസിൽ നമ്മളൊരു നിശ്ചിത ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിലൂടെ അങ്ങനെ ഇഷ്ടികനോണ്ടൊരു ബോർഡറൊക്കെ കൊടുക്കും കേട്ടോ. അതൊക്കെ വഴി നമ്മളെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് പാർട്ടായിട്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം.
മണ്ണ് കൊണ്ടുപോയിട്ടതിന് ശേഷം എന്താക്കണം അറിയോ, ആ സ്പോട്ടിൽ തന്നെ ഇതേപോലെ ആ സ്ഥലം ഒന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഒരു ഗുണം എന്നറിയോ, ലാസ്റ്റ് നമുക്ക് ഒരു പണി വരില്ല. ഈ മണ്ണിട്ട് ലെവൽ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മണ്ണ് ഇടുന്ന കൂട്ടത്തിൽ തന്നെ എന്തായി കിട്ടും, ഈ ഒരു സ്പേസ് നല്ല രീതിക്ക് ലെവലായി വൃത്തിയിൽ ആയി കിട്ടും. അപ്പം ഇതേപോലെ നല്ല രീതിക്ക് എന്താക്കാം, മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മളെ ചെടീൻ്റെ മരട്ടൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഈ ഒരു സ്പേസ് ഫുള്ളായിട്ട് നമുക്ക് മണ്ണിട്ട് നിരത്താം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഗാർഡൻ്റെ ഈ ഒരു വശം മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഏകദേശം ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു മോശമില്ലാത്ത റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ 1-2 വരിയും കൂടെ വന്ന് ഇവിടെ ഒരു ബോർഡറും വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു വശം കാണുമ്പോൾ നല്ല വൃത്തിയില്ലാവും. ഈ ചെമ്പരത്തിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്യാനാണ് ഉണ്ടല്ലേ. നമ്മൾ മണ്ണിട്ട് നോക്കിയപ്പോൾ കുറേ കെയിൻ്റെ ഏകദേശം അടിയിലായിപ്പോയി. അപ്പോൾ കൊമ്പുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് 1-2 വരി ബ്രിഡ്സ് വെക്കണം. അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അപ്പം നമ്മളെ ഗാർഡനിങ് പാർട്ട് 2ൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അപ്പോൾ നിങ്ങളോരോ അഭിപ്രായങ്ങളും ഇനി ഇതിലെന്തൊക്കെ ചെയ്യേണ്ടത്, എന്തെങ്കിലും പ്ലാനിങ്ങുകൾ ഐഡിയാസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാം.